തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട ദമ്പതിമാരാണ് അജിത് കുമാറും ശാലിനിയും. വിവാഹത്തോടെ ശാലിനി സിനിമാരംഗം പൂർണ്ണമായും വിട്ടിരിക്കുന്നു. എന്നാൽ അജിത് കുമാർ സിനിമയിൽ വലിയ താരമായി വളർന്നു. ഒപ്പം തന്റെ പാഷനായ സ്പോർട്സ് കാർ റേസിംഗ് തുടർന്നു വരുന്നു. നിലവിൽ സിനിമാ രംഗത്തേക്കാളും അജിത്ത് സജീവമായി നിൽക്കുന്നത് കാർ റേസിംഗ് രംഗത്താണ്. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇതിനോടകം അജിത്തും ടീമും വിജയ കിരീടം ചൂടി. അജിത്തിന്റെ എല്ലാ കാര്യത്തിനും പിന്തുണയായി ഭാര്യ ശാലിനിയും മക്കളും ഒപ്പം തന്നെയുണ്ട്. അതേസമയം 1999 ശരൺ സംവിധാനം ചെയ്ത അമർക്കളം എന്ന ചിത്രത്തിലൂടെയാണ് അജിത് കുമാർ ശാലിനി പ്രണയബന്ധം മുട്ടിടുന്നത്. ആ സിനിമ പൂർത്തിയാക്കുമ്പോഴേക്കും ഇരുവരുടെയും പ്രണയം തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് വിവാഹത്തിലേക്കും എത്തി. ശാലിനിയുടെയും അജിത് കുമാറിന്റെയും ഏറ്റവും അടുത്ത സ്വകാര്യ സുഹൃത്തുക്കളിൽ ഒരാളായ സംവിധായകൻ ശരൺ അവരെ സംബന്ധിച്ച ചില വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അമർക്കളം എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ ശാലിനിക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽക്കേ അഭിനയിച്ച് ബോറടിച്ചു. ഇനി പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ശാലിനി ആ സമയത്ത് ഒരു കോഴ്സിനും ജോയിൻ ചെയ്തു. താൻ ഒരുപാട് കൺവിൻസ് ചെയ്തു നോക്കി, അത് നടന്നില്ല. അവസാനം അജിത് കുമാർ ശാലിനിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് അമർക്കളത്തിലേക്ക് അഭിനയിക്കുവാൻ ശാലിനി എത്തുന്നത്. അതിലൂടെ അജിത്തുമായി പരിചയപ്പെടുന്നു, പ്രണയത്തിലാവുന്നു. ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ശരൺ വെളിപ്പെടുത്തുന്നത്. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെ പറ്റിയും ശരൺ സംസാരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായി പരസ്പരം ബഹുമാനമുണ്ട്. അതാണ് ആ ബന്ധത്തിന്റെ അഴക് തന്നെ. അജിത് കുമാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും തന്റെ കുടുംബം തനിക്കും ചുറ്റും വേണമെന്നാണ്. തിരുവൺമയൂരിലെ വീടിന്റെ പണി നടക്കുമ്പോൾ തന്നെ ഒരിക്കൽ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി അജിത് കുമാർ എല്ലാം കാണിച്ചു തന്നിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ അജിത്തിന്റെ അച്ഛനും അമ്മയുമാണ്. രണ്ടാമത്തെ നിലയിൽ ശാലിനിയുടെ കുടുംബം. ശാലിനിയുടെ സഹോദരങ്ങളായ ശ്യാമിലിക്കും റിച്ചാർഡിനും അടക്കം ആ വീട്ടിൽ വെവ്വേറെ മുറികളുണ്ട്. മൂന്നാമത്തെ നിലയിൽ അജിത്തിന്റെ സഹോദരങ്ങൾക്കാണ്. നാലാമത്തെ നിലയിലാണ് അജിത്തും ശാലിനിയും താമസിക്കുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ അജിത്ത് ശാലിനിക്ക് കൊടുത്ത വാക്കായിരുന്നു അത്. എന്തെന്നാൽ ചെറുപ്പം മുതൽക്കേ നീ കഷ്ടപ്പെടുന്നു, ഇനി അത് വേണ്ട, നിന്റെ കുടുംബത്തെയും താൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് ശാലിനിക്ക് അജിത് കുമാർ വാക്കുകൊടുത്തു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറവും ശാലിനി ആ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കുകയാണ്. വിവാഹത്തിന് ശേഷം തുടർന്ന് അഭിനയിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല ശാലിനിക്ക്. അഭിനയിക്കാതെ തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും ലൈം ലൈറ്റിൽ ബേബി ശാലിനി അഥവാ ശാലിനി അജിത് കുമാർ എന്ന പേര് ഇത്ര തിളക്കത്തോടെ നിലനിൽക്കുന്നത് എന്നാണ് ശരണിന്റെ അഭിപ്രായം. അതേസമയം 1999 അമർക്കളം എന്ന സിനിമ സംഭവിക്കുന്നത്. 2000 അജിത് കുമാറും ശാലിനിയും വിവാഹിതരാകുന്നു. 2 മക്കളാണ് ദമ്പതികൾക്ക്. മൂത്ത മകൾ അനുഷ്കയും ഇളയ മകൻ ആദ്വിക്കും. സിനിമയിൽ സജീവമല്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നടി ശാലിനി ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെയും അജിത് കുമാർ സജീവമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അജിത്തിന് അക്കൗണ്ടുകളുമില്ല. തന്റെ ഫാൻസ് അസോസിയേഷൻ പോലും പിരിച്ചുവിട്ട ആളാണ്. സിനിമാ പ്രൊമോഷൻ പരിപാടികൾക്കോ പൊതുവേദികളിലോ നടൻ എത്താറുമില്ല. അഭിമുഖങ്ങൾ പോലും നൽകുന്നത് ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ തലയെന്ന് വിളിച്ച് സ്നേഹിക്കുന്ന അജിത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളൊന്നും അറിയണമെങ്കിൽ ശാലിനിയുടെ ഇൻസ്റ്റഗ്രാം പേജ് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു വഴി. അജിത് കുമാർ റേസിംഗ് എന്ന ഫാൻ പേജിൽ നടന്റെ റേസിംഗ് വീഡിയോകളും പതിവായി ആരാധകർ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ താരനിപുണമായ ചടങ്ങുകളിൽ നിന്നും നടൻ വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈശ്വരവിശ്വാസിയായ അജിത് കുമാർ കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മുടക്കാറില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അടക്കം അജിത് കുമാർ പതിവായി എത്താറുമുണ്ട്.